ബി.ജെ.പിയുടെ ഒരു ചുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് സന്ദീപ് വാചസ്പതി. നമുക്കെല്ലാം അറിയാം. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആവശ്യമില്ലാതെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. വളരെ കൃത്യമായി തന്നെ നമ്മൾ ചാനലിൽ കാണുന്നുണ്ട്. സന്ദീപ് വാചസ്പതി എതിർ പാനൽ ഉള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് വാദിച്ച് നന്നായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സന്ദീപ് വാര്യരും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ വളരെ അഗ്രസീവായി മാറാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അത്തരത്തിൽ പോലും ഈ വാചസ്പതി അത്തരത്തിൽ ഒരു അക്രമോത്സുക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. നമ്മൾ കാണാറുണ്ട്. വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന, നമ്മൾ വളരെ സമാധാനമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ സന്ദീപ് വാചസ്പതി ഇപ്പോൾ ഈ പഴയ സന്ദീപ് വാര്യർക്കെതിരായിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് കുറേ കാലമായിട്ട് അദ്ദേഹം സന്ദീപ് വാര്യർ എന്തായാലും ബി.ജെ.പി എല്ലാം വിട്ടിട്ട് ബി ജെ പി ഇല്ല, ഈ ബി.ജെ.പി എന്താ എങ്ങനെ വോട്ട് നശിച്ചോ, നാരായ കല്ലടങ്ങട്ടെ, ഞാൻ രക്ഷപ്പെട്ട് ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ പോയ ആളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് പാളയത്തിൽ നിന്നുകൊണ്ട് ബി.ജെ.പി എങ്ങനെ നന്നാവണം, ബി.ജെ.പി എങ്ങനെ ശുദ്ധീകരിക്കണം എന്നൊക്കെ ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സുരേന്ദ്രനെയും കൂട്ടരെയും അടിച്ചിറക്കി ചാണകം ചലിച്ചാൽ മാത്രമേ ബി.ജെ.പി രക്ഷപ്പെടൂ, അതുകൊണ്ട് ബി.ജെ.പി നന്നാവണമെങ്കിൽ എന്ന ചില ഉപദേശങ്ങൾ, എങ്ങനെ ബി.ജെ.പി നന്നാകാം കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉപദേശങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതെല്ലാം കേട്ടിട്ടായിരിക്കാം സന്ദീപ് വാചസ്പതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വാർത്തയാകാറുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വാർത്തയായിട്ട് അവതരിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഈ സന്ദീപ് വാചസ്പതി പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നത് കൃത്യമായിട്ട് ഞാൻ അത് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വായിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ബാക്കി കൂടുതൽ അതിലെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാവണത്തെപ്പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട. സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ് എന്നാണ് ഫസ്റ്റ് സെന്റൻസ്. സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ്. സ്വന്തം ആസ്ഥാനം ഇരിക്കാൻ ആസനം കിട്ടുന്ന, സ്വന്തം ആസനത്തിന് ഒരു നല്ല കസേര കിട്ടുമോ നോക്കി ഓടിയവരോടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് എന്നാണ് ഫസ്റ്റ് സെന്റൻസ്. നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാവണത്തെപ്പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട. ഇവിടെ ഇങ്ങനെ ആയാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം? ചെന്നു കയറിയ കൂടാരത്തിൽ വലിയ ആസനം കിട്ടുമോ എന്ന് ശ്രദ്ധിക്കുക. കിട്ടുന്ന ആസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാലിന് ഉറപ്പുണ്ടോ എന്ന് നോക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ഞങ്ങൾക്കിവിടെ ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്. സ്നേഹത്തിൻ്റെ കടയിൽ തൂത്തും തുടച്ചും ശിഷ്ടകാലം തള്ളി നീക്കുന്നതാവും താങ്കൾക്ക് നല്ലത്. അതുകൊണ്ട് കൂടുതൽ പിയെ നന്നാക്കാൻ വേണ്ടി രംഗത്തിറങ്ങണ്ടെന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റാണ് ഇപ്പോൾ സന്ദീപ് വാചസ്പതി ഇട്ടിരിക്കുന്നത്. കൃത്യമായിട്ടും സന്ദീപ് വാചസ്പതിയെ പോലുള്ളവർ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അവരെയൊക്കെ നേതൃത്വത്തിൽ കൊണ്ടുവരാതെ മാറ്റി നിർത്തിയിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു സന്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാത്രമല്ല, സന്ദീപ് വാചസ്പതിയുടെ ചില പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല മനോഹരമായി പഠിച്ച് തയ്യാറാക്കിയ, വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിലാണ് സന്ദീപ് വാചസ്പതി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് വളരെ പ്രമുഖമായ പല വ്യക്തികളെക്കുറിച്ചും പഴയ ആചാര്യന്മാരെക്കുറിച്ചുമൊക്കെ, അല്ലെങ്കിൽ അതുപോലെ വേദങ്ങളെക്കുറിച്ചും അതുപോലെ എല്ലാത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ച് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് സന്ദീപ് വാചസ്പതി. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വാർത്തയായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു പ്രത്യേക സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. കാരണം കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആൾക്കാരെ, അത് സമാധാനമായി പറയുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടും. അതായത് ഏത് പാർട്ടിയിലായിരുന്നാലും അത് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ഞാൻ പറയുന്നു, ബി.ജെ.പിക്കകത്ത് വല്ലാത്ത ചില ഉരുൾപൊട്ടലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ നേതൃത്വത്തിനെ മോശമായി ചിത്രീകരിക്കാതെ അത്യാവശ്യം പറയേണ്ടത് പറയുന്ന ആളാണ് സന്ദീപ് വാചസ്പതി. അങ്ങനെയുള്ളവർ ബി.ജെ.പിയിൽ നേതൃത്വം വരേണ്ടത് ആവശ്യം തന്നെയാണ്. നാളെ
BJPയുടെ മുഖത്തിന് ഒരു ഇപ്പോഴുള്ളതിനേക്കാളും വ്യക്തതയും വൃത്തിയും വിശ്വാസ്യതയും ജനങ്ങൾക്ക് വരണമെങ്കിൽ ഇത്തരം നേതാക്കൾ നേതൃത്വത്തിൽ വരേണ്ടത് ആവശ്യം തന്നെയാണ്. എനിക്ക് വാചസ്പതിയെ നേരിട്ടറിയില്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേട്ടും ചാനലിലുള്ള അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ കേട്ടും തോന്നിയ താല്പര്യമാണ്. അല്ലാതെ വ്യക്തിപരമായ അദ്ദേഹത്തോട് ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ പറഞ്ഞ് അദ്ദേഹത്തിനെ വ്യക്തിപരമായി പ്രോത്സാഹിപ്പിക്കാനും ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ടുവന്നത് നിങ്ങൾ ധരിക്കേണ്ട. അങ്ങനെ ഒരു ധാരണയും എനിക്കില്ല. നല്ല നേതാക്കൾ, അത് കോൺഗ്രസ്സിലായിരുന്നാലും അതുപോലെ തന്നെ CPM-ലായാലും നല്ല നേതാക്കളൊന്നും നമ്മൾ അംഗീകരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ CPM-ൽ അത്തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിൽ, ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവ് പോലും അത് DYFI-ലോ SFI-ലോ CPM-ലോ ഇല്ല എന്നത് ദുഃഖകരം തന്നെയാണ്. എന്നാൽ കോൺഗ്രസ്സിൽ ഇപ്പോഴും കൃത്യമായി നല്ല കാര്യങ്ങൾ പറയുന്ന നേതാക്കളുണ്ട്. അതിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു നേതാവാണ്. മാത്രമല്ല യുവാക്കളെ മനോഹരമായി സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശേഷിയും അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ കാണുന്നു.